ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നടനും സംവിധായകനുമായ ഇ എ രാജേന്ദ്രൻ അന്തരിച്ചു. നടനും സംവിധായകനും നാടക നടനുമായിരുന്ന ഇ എ രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലത്തെ വസതിയിലായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിരേടത്ത ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവയുൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ക്യാരക്ടർ റോളും വില്ലൻ റോളും ഒരുപോലെ വഴങ്ങുന്ന നടനായിരുന്നു. 60ഓളം ചലച്ചിത്രങ്ങളിലെ ശ്രദ്ധേയ വേഷങ്ങൾക്ക് പുറമെ ടെലിവിഷൻ പരമ്പരകളിലെ പ്രധാന വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ഹോർട്ടികൾച്ചർ കോർപ്പറേഷൻ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കുറ്റപത്രം സമർപ്പിക്കുവാൻ എസ്ഐടി കൂടുതൽ സമയം തേടാൻ സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കുവാൻ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ സമയം തേടുവാൻ സാധ്യത. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ വിശദ പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം ജംഷഡ്പൂർ ലാബിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇക്കാര്യം എസ്ഐടി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. സൌദിയിൽ പ്രവർത്തനം വിപുലമാക്കുവാൻ ജസീറ എയർവേസ്. കുവൈറ്റിലെ മുൻനിര എയർലൈൻ കമ്പനിയായ ജസീറ എയർവേസ് സൌദി അറേബ്യയിൽ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുന്നു. ഇതിനോടകം ഖൈസുമ വിമാനത്താവളത്തിൽ പ്രവർത്തനം തുടരുന്ന ജസീറ ഇനി മുതൽ ദമാമിലെ കിങ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ടിനെയും പുതിയ ഓപ്പറേഷൻ ബേസായി ഉൾപ്പെടുത്തി. മാർച്ച് 26 മുതൽ ദമാം സർവീസുകൾ ആരംഭിക്കുന്നതോടെ യാത്രക്കാരുടെ സീറ്റ് ശേഷിയും കാർഗോ ശേഷിയും ഗണ്യമായി വർദ്ധിക്കും. ഇതിലൂടെ കുവൈത്തും അവിടുത്തെ പ്രവാസികളും കൂടുതൽ കാര്യക്ഷമമായ കണക്ടിവിറ്റിയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെടുവാൻ കഴിയും. നിയമസഭാ തിരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് 985 സ്ഥാനാർത്ഥികൾ. പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 985 സ്ഥാനാർത്ഥികൾ. പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നിലവിൽ 985 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്താകെ മത്സരരംഗത്തുള്ളത്. ആകെ 1254 പേരാണ് പത്രിക സമർപ്പിച്ചിരുന്നത് എങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ 269 പേരുടെ പത്രികകൾ തള്ളിപ്പോയിരുന്നു. ഡമ്മി സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു തുടങ്ങി. നാളെ വൈകുന്നേരത്തോടെ മാത്രമേ വിമതർ എത്ര പേരുണ്ട്, അപരന്മാർ എത്ര പേരുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ. പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെയെല്ലാം പത്രിക അംഗീകരിച്ചിട്ടുണ്ട്. സൌദിയിൽ കുടുങ്ങിപ്പോയ സന്ദർശക വിസക്കാർക്കും ഉംറ തീർത്ഥാടകർക്കും ആശ്വാസം. വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാം. സൌദി അറേബ്യയിൽ കുടുങ്ങിപ്പോയ സന്ദർശക വിസക്കാർക്കും ഉംറ തീർത്ഥാടകർക്കും ആശ്വാസ വാർത്ത. വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങുവാൻ സൌദി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി. മേഖലയിലെ നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഭരണകൂടം നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. ഏപ്രിൽ 18-നകം ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി മടങ്ങാമെന്നും മന്ത്രാലയം അറിയിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ആക്രമണം അവസാനിപ്പിക്കുക. ഹോർമുസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക. യുദ്ധം അവസാനിപ്പിക്കുവാൻ 5 നിർദ്ദേശങ്ങളുമായി ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കുവാൻ 5 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇറാൻ. ആക്രമണവും കൊലപാതകങ്ങളും അവസാനിപ്പിക്കുക, ഇറാനെതിരെ വീണ്ടും യുദ്ധം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുക എന്നിവ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ ഉടൻ നടക്കുമെന്ന സൂചനകൾക്കിടെയാണ് ഇറാൻ നിർദ്ദേശങ്ങളുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് മുൻ ഡെപ്യൂട്ടി മേയർ പി കിഷൻ ചന്ദ് കോൺഗ്രസിൽ ചേർന്നു. കോഴിക്കോട് മുൻ ഡെപ്യൂട്ടി മേയർ പി കിഷൻ ചന്ദ് കോൺഗ്രസിൽ ചേർന്നു. യുഡിഎഫിന്റെ കോഴിക്കോട്ടെ മഹാറാലിയിൽ വെച്ചാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ആർജെഡിയിലെ പിളർപ്പിന്റെ ഭാഗമായാണ് കിഷൻ ചന്ദിന്റെ ഈ പുതിയ നീക്കം. മുന്നണി അവഗണിച്ചിട്ടും എൽഡിഎഫ് വിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കിഷൻ ചന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആർജെഡി വിട്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.